നദിക്കരയോടു ചേർന്ന ഒരു ചെറുപട്ടണത്തിൽ വിശാൽ ജീവിച്ചിരുന്നു. രാത്രികൾ അവന്റെ പ്രിയപ്പെട്ട സമയം. ചന്ദ്രനെ നോക്കിയിരുന്ന് കവിതകൾ എഴുതുന്നത് അവന്റെ ശീലമായിരുന്നു. അതേ പട്ടണത്തിലേക്ക് ആര്യ എന്ന പെൺകുട്ടി ഒരു വൈകുന്നേരം എത്തി. പഴയ വീട്ടിലേക്ക് തിരിച്ചു വന്നതുപോലെ അവൾക്കെല്ലാം പരിചിതം. അവരാദ്യമായി കണ്ടത് നദിക്കരയിലെ പാതയിൽ. ചന്ദ്രപ്രകാശം വെള്ളത്തിൽ തിളങ്ങി. ഇവിടെ രാത്രി ഇത്രയും സുന്ദരമാണോ? ആര്യ ചോദിച്ചു. വിശാൽ ചിരിച്ചു. ചന്ദ്രൻ കേൾക്കുമ്പോൾ മാത്രമാണ്. ആ ചിരി ആര്യയുടെ മനസ്സിൽ നിശബ്ദമായി പതിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും വീണ്ടും കണ്ടുമുട്ടി. നദിക്കരയിലെ നടപ്പാത, ചായക്കട, പഴയ കഥകൾ. ആര്യ പറഞ്ഞു, ചന്ദ്രനെ നോക്കുമ്പോൾ ഒറ്റപ്പെടൽ കുറയുന്നു. വിശാൽ പറഞ്ഞു, അതുകൊണ്ടാണ് എല്ലാ പ്രണയവും ചന്ദ്രനോട് പറഞ്ഞത്. പതുക്കെ അവരുടെ സൗഹൃദം പ്രണയമായി മാറി. വലിയ വാക്കുകളില്ലാതെ ചെറിയ നിമിഷങ്ങളിൽ. ഒരു രാത്രി ആര്യ പറഞ്ഞു, നാളെ ഞാൻ പോകണം, ജോലി കിട്ടി. വിശാലിന്റെ മനസ്സ് നിശബ്ദമായി. അവനൊരു കവിത നൽകി, ചന്ദ്രനെക്കുറിച്ചുള്ളത്. നീയില്ലാത്ത രാത്രികളിലും ചന്ദ്രനുണ്ടാകും. എന്നാൽ നീയുണ്ടെങ്കിൽ അവൻ കൂടുതൽ പ്രകാശിക്കും. ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. പോകുന്ന രാത്രി ചന്ദ്രൻ മുഴുവൻ പ്രകാശിച്ചു. വർഷങ്ങൾക്കു ശേഷം അതേ നദിക്കര. വിശാൽ വീണ്ടും ചന്ദ്രനെ നോക്കിയിരിക്കുന്നു. പിന്നിൽ നിന്ന് ഒരു ശബ്ദം. ഇനിയും ചന്ദ്രനോട് പറയാനുണ്ടോ? ആര്യ. അവൾ തിരിച്ചു വന്നിരുന്നു. ഇസാരി പോകാൻ വേണ്ടിയല്ല. ചന്ദ്രപ്രകാശത്തിൽ പ്രണയം വീണ്ടും മുഴുവൻ പ്രകാശിച്ചു.